കണ്ണൂരിലെ കുന്നിമംഗലത്തു നിന്നും ഒരു സുനിത ചേച്ചി തന്റെ പരാധീനതകളിലും പരിഭവങ്ങളിലും തന്റെ താലന്തുകളെ വികസിപ്പിക്കാൻ വളരെയധികം ശ്രമിച്ച അവരുടെ ജീവിതത്തിലൂടെയാണ് നാം ഇന്ന് യാത്ര പോകുന്നത്. തന്റെ കൈകൾക്കും കാലുകൾക്കും സ്വാധീനമില്ലാതിരുന്നിട്ടും ഒരു മൗത്ത് പെയിന്റിംഗ് ആർട്ടിസ്റ്റായ അവർ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിൽ നിന്ന് പോലും വളരെയധികം അവാർഡുകൾ വാരിക്കൂട്ടിയിട്ടുണ്ട്. ചെറുപ്പത്തിലെ എനിക്ക് മസ്കുലർ ആട്രോഫി എന്ന് പറയുന്ന അസുഖം ബാധിച്ചു. ആദ്യമൊക്കെ ഞാൻ നടക്കുമായിരുന്നു, പിന്നീട് മെല്ലെ മെല്ലെ ശരീരത്തിന് കാലിലും കൈകൾക്കെല്ലാം ബലം കുറയാൻ തുടങ്ങി. അങ്ങനെ +2 വരെയൊക്കെ ഞാൻ സ്കൂളിൽ പോയിട്ട് തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നു, അമ്മ എടുത്തുകൊണ്ടൊക്കെ പോയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് എനിക്ക് കൈകൾക്കും ബാധിച്ചു തുടങ്ങിയപ്പോൾ പിന്നെ എനിക്ക് കൈകളോട് ചിത്രം വരക്കാനോ എഴുതാനൊന്നും പറ്റാതായി. ഒരു 8ാം ക്ലാസ് ഒക്കെ ആകുമ്പോഴേക്കന്നെ എനിക്ക് നന്നായി വരക്കാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഒരുപാട് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ചിത്രം വരക്കാൻ പറ്റാതായി. ആ ഒരു സിറ്റുവേഷനിൽ ഭയങ്കര ഡെസ്പായി, ഞാൻ ആകെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ. അപ്പോൾ എൻ്റെ ഏട്ടനായിരുന്നു എനിക്ക് വഴികാട്ടിയായിട്ട് വന്നത്. എൻ്റെ ഏട്ടൻ ഒരു മൗത്ത് പെയിൻറ്റിങ് ആർട്ടിസ്റ്റാണ്, വേൾഡ് ഫേമസ് ആർട്ടിസ്റ്റ് തന്നെയാണ്. അപ്പോൾ അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നു, പിന്നെ നീയും വായ കൊണ്ട് ശ്രമിച്ചു നോക്ക്, നിനക്കും പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ വായ കൊണ്ട് വരക്കാൻ തുടങ്ങിയത്.